ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ ഏറ്റവും അഭിവന്യരായ പിതാക്കന്മാരെ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഷമ്മാശന്മാരെ, വൈദിക സെമിനാരി വിദ്യാർത്ഥികളെ, തയോഭവൻ അരമനയിലെ അന്തേവാസികളെ, മാവേലിക്കര ഭദ്രാസനത്തിലെ സഭാ മക്കളെ, മറ്റ് സഹോദരി ഭദ്രാസനങ്ങളിൽ നിന്നും ഇടവകളിൽ നിന്നും വന്നു ചേർന്നിട്ടുള്ള വിശ്വാസികളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഭിവന്ദ്യനായ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമനസിന്റെ സഹോദര മെത്രാപ്പോലിത്തമാരായിരിക്കുന്ന എല്ലാവരോടും ചേർന്ന് നമ്മിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട് ഒരു വർഷം തികയുന്ന നമ്മുടെ പിതാവായ അഭിവന്യ പൗലോസ് മാർ പക്കൂമിയോസ് പിതാവിൻ്റെ ഒന്നാം ശ്രാദ്ധ പെരുന്നാളിൽ ബലഹീനരായ ഞങ്ങൾക്കും നിങ്ങൾക്കും ദൈവസന്നിധിയിലായിരിക്കാനും ആ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിപ്പാനും ദൈവം തന്ന എല്ലാ കൃപയെയും, ദൈവം ചൊരിഞ്ഞു തന്ന എല്ലാ കരുണയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അഭിവന്ദനായ നിക്കോദിമോസ് തിരുമനസ്സുകൊണ്ട് എന്നോട് പറഞ്ഞു, തിരുമേനി മാക്സിമം 20 മിനിറ്റ് മാത്രമേ സംസാരിക്കാവൂ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഭാരത്നം ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമനസിന്റെ ഖബറിടത്തിൽ നിന്നും ഒരു വലിയ തീർത്ഥാടന യാത്ര ഈ തയോഭവൻ അരമനയിലേക്ക് നടത്തിയപ്പോൾ ഭദ്രാസന സെക്രട്ടറി അച്ഛൻ എന്നോട് വന്ന് പറഞ്ഞു, ഈ ഗേറ്റിങ്കൽ അഭിവന്യ പിതാക്കന്മാർ ആ പ്രദക്ഷിണത്തെ അല്ലെങ്കിൽ ആ തീർത്ഥാടന യാത്രയെ സ്വീകരിച്ചപ്പോൾ ഭദ്രാസന സെക്രട്ടറി അച്ഛൻ ജേക്കബ് ജോൺസ് അച്ഛൻ എന്നോട് പറഞ്ഞു, തിരുമേനി 1000 പേരോളം കാണും എന്നാണ് കണക്ക് കൂട്ടിയത്, പക്ഷെങ്കിൽ 1500ഓളം ആളുകളുണ്ട്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വലിയവനായ മോശയുടെ ഒരു പ്രാർത്ഥന അഭിവന്യ പക്കൂമിയോസ് തിരുമനസിന്റെ ഒന്നാം ശ്രാദ്ധ പെരുന്നാളിന്റെ ഈ അനുസ്മരണ പ്രസംഗത്തിൽ തിരുവചനമായി നമ്മുടെ ചിന്തയ്ക്കായി വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 15-ാം വാക്യം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 15-ാം വാക്യം. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ഒന്നുകൂടി വായിക്കാം. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടി പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. പ്രിയ വിശ്വാസികളെ, വലിയവനായ മോശയുടെ മനോഹരമായ ഒരു പ്രാർത്ഥന ആസ് എ ലീഡർ ഓഫ് ഇസ്രായേൽ, ഇസ്രായേൽ ജനതയുടെ നായകനായി അമരക്കാരനായിരുന്നു കൊണ്ട് വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പ്രയാണം, റാസ അല്ലെങ്കിൽ പ്രദക്ഷിണം അല്ലെങ്കിൽ തീർത്ഥാടന യാത്ര, സീനായി മലയുടെ അടിവാരത്ത് ഉതിർത്ത ഈ തിരുവചനം വലിയവനായ മോശ ദൈവത്തെ മുഖാമുഖമായി കണ്ടതിന് ശേഷമുള്ളൊരു പ്രാർത്ഥനയാണ്. സീനായി മലയുടെ ഉന്നതങ്ങളിൽ 40 രാവും 40 പകലും കഠിനമായ തപസ്സിലൂടെ, പ്രാർത്ഥനാ യജ്ഞത്തിലൂടെ ഉടയതമ്പുരാനെ മുഖാമുഖമായി കണ്ട മോശ താഴേക്ക് ഇറങ്ങി വന്ന് പ്രശോഭിതനായ മോശ സഭാമക്കളോട്, ഇസ്രായേൽ ജനതയോട് പറയുന്നു, നമുക്ക് പോകാം. ദൈവ സാന്നിധ്യത്തെ ഒരു പേടകത്തിലാക്കിക്കൊണ്ട്
അവിടെ നിന്ന് സീനായി മലയുടെ അടിവാരത്ത് നിന്ന് അതേ വർഷങ്ങൾ മുമ്പ് തുടങ്ങിയ യാത്ര, മിസ്രൈമിൽ നിന്ന് തുടങ്ങിയ യാത്ര അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ തിരുസാന്നിധ്യത്തെ പേടകത്തിലാക്കി പുരോഹിതന്മാരുടെ തോളിൽ വെച്ചു കൊടുത്തു. അഹ്റോന്റെ തളിർത്ത വടിയും 10 കൽപ്പനകൾ അടങ്ങിയ കൽപ്പലകൾ, അതുപോലെ തന്നെ മന്ന ഇട്ട് വെച്ച പൊൻപാത്രം തിരുസാന്നിധ്യമാണ്, ദൈവ സാന്നിധ്യമാണ്. അത് പേടകത്തിലാക്കി വെച്ചു കൊടുത്തു. പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, യഹോവേ, നിന്റെ സാന്നിധ്യം എന്നോടുകൂടി ഉണ്ടായിരിക്കണമേ, ജനതയോടുകൂടി, അവിടുത്തെ ജനങ്ങളോടുകൂടിയും ഉണ്ടാവും. വിശ്വാസികളെ, നയിക്കുന്നവരും നയിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ്. ദൈവത്തിൽ മാത്രമാണ് ആ ബന്ധം. സഭ ദൈവത്തിൻ്റെതാണ്. യേശുക്രിസ്തുവിന്റെ തിരുശരീരമാകുന്ന സഭ അതിലെ ഓരോ അവയവം ആയിരുന്നു കൊണ്ട് നമുക്ക് ഈ തിരുവചനം അഭിവന്യ പക്വമ്യൂസ് തിരുമനസിന്റെ ജീവിതവുമായി ഒന്ന് ബന്ധപ്പെടുത്തി ദൈവത്തിന് സമർപ്പിക്കാം. കുറിച്ചി കല്ലാശ്ശേരി കുടുംബത്തിൽ അല്ലെങ്കിൽ കോലത്തുകുളത്തിൽ കുടുംബത്തിലെ KK ജോൺ സാറിന്റെ മകനായി കുറിച്ചിയിൽ വലിയ പള്ളി അടവാംഗമായി പരിശുദ്ധ ഗീവർഗീസ് ദിദ്യൻ ബാബ തിരുമനസിന്റെ വലിയ ബാബ തിരുമേനിയുടെ കുടുംബത്തിലെ അംഗമായി ആ കൊച്ചു ഭവനത്തിൽ നിന്ന് തുടങ്ങുന്ന തീർത്ഥയാത്ര തിരുസാന്നിധ്യത്തെ വലിയവനായ മോശയെ പോലെ പ്രശോഭിതനായ പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാബ തിരുമേനിയുടെ തിരുമുഖം കണ്ട് ആ ജീവിതത്തെ സാംശീകരിച്ച് അല്പമായെങ്കിലും തന്റെ ജീവിതത്തിലേക്ക് പകർത്തി പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാബ തിരുമേനി പറയുന്നത് പോലെ എന്താണ് സഭ, എന്താണ് കുറിച്ചി വലിയ പള്ളി ഇടവക, എന്താണ് നമ്മുടെ ഭവനം? പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാബയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. സ്വർഗത്തെ നോക്കി, ദൈവത്തെ നോക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടക സംഘമാണ് സഭ. അത് ഇടവകയാണ്, അത് കുടുംബമാണ്, അത് ദൈവമക്കളാണ്. അങ്ങനെ സ്വർഗത്തെ നോക്കി, ദൈവത്തെ നോക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടക സംഘത്തിലെ ഒരംഗമായി കുറിച്ചിയിൽ നിന്ന് ആരംഭിച്ച് തന്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന് പഠനത്തിന് പോകാൻ ആഗ്രഹിച്ചുവെങ്കിലും അതല്ല ദൈവത്തിന്റെ ഇഷ്ടം, ദൈവവിളി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഭയുടെ ആദ്യത്തെ സന്യാസ പ്രസ്ഥാനമായ റാന്നി പെരുന്നാട് ബഥനി ആശ്രമത്തിലെ അംഗമായി തീരുവാൻ അഭിവന്യനായ ഈ പിതാവിന്, പൗലോസ് പക്വമ്യൂസ് പിതാവിന് സാധിച്ചു. അവിടെയും ഒരു മുഖം, ദൈവത്തെ ദർശിക്കുന്ന ഒരു മുഖം പൗലോസ് പക്വമ്യൂസ് തിരുമേനി കണ്ടു. മറ്റാരുമല്ല, ബഥനിയിൽ തന്നെ ഖബറടങ്ങിയിരിക്കുന്ന ആബോ യൂഹാനോൻ OAC അല്ലെങ്കിൽ കോട്ടയം ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പൊലീത്തയായി വെറും 2 വർഷക്കാലം ഈ സഭയുടെ ഇടയനായി സഭയിൽ ശുശ്രൂഷ ചെയ്ത ഭാഗ്യസ്മരണനായ യൂഹാനോന്മാർ അത്തനാസ്യോസ് തിരുമേനിയുടെ ധ്യാന പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ വിശുദ്ധ കുമ്പസാര അതൊക്കെയും തന്റെ ജീവിതത്തെ സ്വാധീനിച്ച് ആ വഴിയിലൂടെ ബഥനിയിൽ വന്നു. അവിടെ നിന്നും സന്യാസത്വത്തിന്റെ ബാലപാഠങ്ങൾ എല്ലാം പഠിച്ച് ഒരു ഉത്തമ സന്യാസിയായി ദൈവം തമ്പുരാൻ സഭയുടെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക്, എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തി. അദ്ദേഹത്തിന്റെ ഇടയ ശുശ്രൂഷ, എപ്പിസ്കോപ്പസി അല്ലെങ്കിൽ മെത്രാപ്പൊലീത്ത പദവി, ആ ശുശ്രൂഷ ആരംഭിക്കുന്നത് ബലഹീനായ ഞാൻ ഇപ്പോൾ ഇടയ ശുശ്രൂഷ ചെയ്യുന്ന ഇടുക്കി ഭദ്രാസനത്തിലാണ്. 1992 മുതൽ 2002 വരെ ഉള്ള കാലഘട്ടം. 1994 മുതൽ, ഞാൻ ആദ്യം പറഞ്ഞ ഇയർ പിൻവലിക്കുന്നു, 1994 മുതൽ 2002 വരെ 8 വർഷക്കാലം ഇടുക്കി ഭദ്രാസനത്തിന്റെ അധിപനായി. അവിടെ നിന്ന് ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ കൂർലോസ് തിരുമനസിന്റെയും വലിയ ഗുരുവായ കാലം ചെയ്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനി ഭദ്രാസന ഭരണം നടത്തിയ അങ്കമാലി ഭദ്രാസനത്തിന്റെ ഇടയനായി
അവിടെ നിന്നും 2005 പരിശുദ്ധ സഭയ്ക്ക് പുതിയൊരു ഭദ്രാസനം, മാവേലിക്കര ഭദ്രാസനം ലഭിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇടയനായി 2005 മുതൽ 2012 വരെ ദൈവസന്നിധി, ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ മുഖം നോക്കിക്കൊണ്ട് ആ തീർത്ഥാടനം ദൈവസന്നിധിയിൽ അർപ്പിച്ച് നിത്യതയിൽ വീണ്ടും ആ തീർത്ഥാടനം തുടർന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത അർപ്പിക്കുന്ന ഭാഗ്യസ്മരണകനായ അഭിവന്യ പൗലോസ് മാർ പക്കൂമിയോസ് തിരുമേനി 968 അദ്ദേഹം ബദനി ആശ്രമാംഗമാകുമ്പോൾ അദ്ദേഹത്തിന്റെ കൊച്ചനുജനായി 971 ബലഹീനായ ഞാനും ബദനി ആശ്രമത്തിൽ ചേരുന്നു. ഞങ്ങൾക്ക് മുമ്പിൽ 2 അഭിവന്യ പിതാക്കന്മാർ ബദനിയുടെ നായകത്വം വഹിച്ച് സഭയുടെ ശുശ്രൂഷകരായി ഈ സഭയെ നയിച്ച പിതാക്കന്മാരെയും ഈ സമയം ഓർക്കുന്നു. മാവേലിക്കര ഭദ്രാസനം ധന്യമാണ്. ഈ തയോഭവൻ ഇത്ര മനോഹരമായി പണിത് തൻ്റെതായി ഒന്നുമില്ലാതെ തനിക്ക് ലഭിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ തയോഭവന്റെ നിർമ്മാണത്തിനായി, ഈ അരമനയുടെ നിർമ്മാണത്തിനായി, തൻ്റെ പിൻഗാമികൾ ആര് വന്നാലും താമസിക്കുവാൻ വളരെ കെട്ടുറപ്പുള്ള, വളരെ മനോഹരമായി ദൈവം പണിത് തീർത്ത ഈ തയോഭവന്റെ ശില്പി, മാവേലിക്കര ഭദ്രാസനത്തിന്റെ അമരക്കാരൻ, അദ്ദേഹം നിത്യതയിൽ സ്വർഗത്തെ നോക്കി ദൈവത്തെ നോക്കി യാത്ര ചെയ്യുമ്പോൾ മോശയുടെ വലിയ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തില് അദ്ദേഹം ചൊരിഞ്ഞു തരുന്ന ആശംസയായി വലിയവനായ മോശയുടെ വാക്കുകളെ നമുക്ക് സ്വീകരിക്കാം. അതെ, അവനോട് തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. സഭാവിശ്വാസികളെ, മാവേലിക്കര ഭദ്രാസനം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശക്തമായ ഓർത്തഡോക്സിയുടെ വിശ്വാസത്തിന്റെയും സഭയുടെ പാരമ്പര്യത്തിന്റെയും പിതാക്കന്മാരുടെ നേതൃനിരയുടെയും ഒരു വലിയ ഭദ്രാസനമാണ്. കല്ലുംപുറത്ത് തിരുമേനി, അതുപോലെ ഞാൻ എല്ലാവരുടെയും പേരിവിടെ ഓർക്കുന്നു, എല്ലാ പിതാക്കന്മാരും, പരിശുദ്ധ സഭയുടെ അമരക്കാരായി വന്നിട്ടുള്ള പിതാക്കന്മാർ, വലിയ ബാബാ തിരുമേനി, നമ്മുടെ വലിയ ബാബാ തിരുമേനി, പരിശുദ്ധ ദിദിമോസ് ബാബാ തിരുമേനി മാവേലിക്കരയുടെ അഭിമാനമാണ്. അതെ, അൽമായ നേതൃത്വ നിരയിൽ ഒരു CM സ്റ്റീഫൻ, അതുപോലെ തന്നെ ഡോക്ടർ PC അലക്സാണ്ടർ, C ചെറിയാൻ, അങ്ങനെ എത്രയോ അൽമായ നേതൃത്വത്തിലേക്ക് വന്നിട്ടുള്ള മാവേലിക്കരയുടെ മക്കൾ പരിശുദ്ധ സഭയുടെ അഭിമാനമാണ്. ഇപ്പോഴുള്ള മേൽപ്പട്ടക്കാരിൽ അഭിവന്യനായ തിമോത്തിയോസ് തിരുമേനി, അഭിവന്യനായ തേവദോറോസ് തിരുമേനി ഒക്കെ ഈ ഭദ്രാസനത്തിന്റെ പ്രതീക്ഷയും ആശയുമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാരെ നമ്മൾ നന്ദിയോടെ ഓർക്കുന്നു. അഭിവന്യ പക്കൂമിയോസ് തിരുമനസിന് ഒരു ആട്രിബ്യൂട്ട്, ഒരു ശ്ലോകം ഞാൻ ചൊല്ലിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. രവീന്ദ്രനാഥ് ടാഗോറിന്റെ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന ഹെഡിങ്ങിൽ മനോഹരമായൊരു ശ്ലോകമുണ്ട്. അത് മുഴുവൻ ചൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ആദ്യത്തെ 4 ലൈൻസ് അഭിവന്യ പക്കൂമിയോസ് തിരുമേനി അങ്ങനെ ആയിരുന്നില്ലേ എന്ന് നമുക്ക് ചിന്തിക്കാൻ തക്കതിന് വണ്ണം ഒന്ന് ചൊല്ലട്ടെ. വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ into that heaven of freedom let my country awake. ഒന്നുകൂടി വായിക്കും. Where the mind is without fear and the head is held high into that heaven of freedom let my country awake. എവിടെ നിർഭയമാകുന്നു മനസ്സ്, എവിടെ മൗലി തല ഉന്നതിയിൽ ഉയർന്നു നിൽക്കുന്നു, ആ സ്വതന്ത്രമാകുന്ന അനന്തവിശാലമാകുന്ന സ്വാതന്ത്ര്യത്തിന്റെ രാജ്യത്തിലേക്ക് ദൈവമേ എൻ്റെ രാജ്യം ഉണരണമേ.
ഇത് രാഷ്ട്രത്തിനു വേണ്ടി, രാഷ്ട്രത്തെ മുഴുവൻ സ്വാംശീകരിച്ച് പ്രതികരിച്ച ഒരു പേട്രിയോട്ടിന്റെ, ഒരു രാജ്യസ്നേഹിയുടെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. ടാഗോർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ അതിശക്തനായ ആത്മീയ നേതാവാണ്. ടാഗോറിന്റെ ഗീതാഞ്ജലിയാണ് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആത്മീക നേതൃത്വം രാഷ്ട്രത്തിന്റെ ദേശീയ ഉദ്ഗ്രഥനത്തിനു വേണ്ടി, രാഷ്ട്രം സ്വതന്ത്രമാകുന്നതിന് വേണ്ടി, അതിലുപരി സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും സ്നേഹവുമുള്ള രാജ്യമായി മതവിദ്വേഷമോ വർഗീയ വാദങ്ങളോ ഒന്നും ഇല്ലാതെ ഈ രാജ്യം സ്വതന്ത്രവായു ശ്വസിച്ചുകൊണ്ട് എൻ്റെ രാജ്യം ഉണരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനോട് ചേർത്ത് വെച്ച് അതെ ഭൗതിക രാജ്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത അതിലുണ്ട്. അതോടൊപ്പം ആത്മീയതയിലേക്കുള്ള ഒരു വളർച്ച ആ ചിന്തയും ആ ശ്ലോകത്തിലുണ്ട്. അഭിമന്യനായ പക്കുമിസ് തിരുമേനി നിർഭയനായിരുന്നു, ഭയം ഇല്ലാത്തവനായിരുന്നു. തനിക്ക് സത്യമെന്ന് തോന്നുന്നത് ഉറക്കെ പറയുവാനും അതിൽ അടിയുറച്ചു നിൽക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ തല ഉയർന്നു നിന്നു, അദ്ദേഹത്തിന്റെ മനസ്സ് നിർഭയമായിരുന്നു. Where the mind is without fear and the head is held high, into that heaven of freedom let my country awake. അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ അദ്ദേഹത്തിന്റെ സഭാസ്നേഹം ഈ വന്യപിതാക്കന്മാരോട് ചേർന്ന് ഞാൻ അത് ഒന്ന് കുറിക്കട്ടെ. മറ്റൊന്നുമല്ല, തനിക്ക് പറയാനുള്ളത് ഇടുക്കിയിൽ ഭദ്രാസനത്തെ നയിച്ചു. പ്രശ്നകലുഷിതമായ അങ്കമാലി ഭദ്രാസനത്തിൽ ഈ സഭയുടെ അഖണ്ഡതയും സ്വാതന്ത്ര്യവും ഓട്ടോസിഫാലയും എല്ലാം ശക്തമായി അദ്ദേഹം മുറുകെ പിടിച്ചു. അദ്ദേഹത്തിന്റെ ഗുരു പുണ്യസ്മരണാർഹനായ ഡോക്ടർ ഫിലിപ്പോസ് തെയോഫിലോസ് പിതാവിൽ നിന്ന് അദ്ദേഹം കണ്ടുപഠിക്കുക മാത്രമല്ല, അത് അദ്ദേഹം പകർത്തി. ശത്രുക്കളെ സ്നേഹിക്കുന്ന, അതേസമയം സത്യവും നീതിയും ധർമ്മവും വിട്ടുപോകുന്ന ഏതൊരു കാര്യവും വടക്കൻ മേഖലയിൽ ഉണ്ട് എങ്കിൽ അതിനെതിരെ സന്ധിയില്ലാത്ത സമരം. സഭാമക്കളെ വിശ്വാസത്തിൽ അടിയുറപ്പിച്ചുകൊണ്ട് നിർഭയ മാനസത്തോടെ, അതെ ഉയർന്ന തലയെടുപ്പോടെ, ആ തലയെടുപ്പ് അഹങ്കാരത്തിൻ്റെതല്ല, വിനയത്തിൻ്റെതാണ്. അങ്ങനെ അദ്ദേഹം പറന്ന് ഈ ഭൗതിക പരിശുദ്ധ സഭയുടെ ഭൗതികവും അതിനപ്പുറം ആത്മീയവുമാകുന്ന ഒരു സ്വാതന്ത്ര്യം, ആത്മീയമായി നാം അടിച്ചമർത്തപ്പെടുന്നില്ലേ എന്ന് ചിന്തിക്കുമ്പോഴും അതെ അതിനപ്പുറമായി പരിശുദ്ധ പിതാക്കന്മാരുടെ വഴിയിൽ കൂടി അദ്ദേഹം മാവേലിക്കര ഭദ്രാസനത്തെയും വൈദികരെയും ജനങ്ങളെയും ഈ സഭയെയും മോശയുടെ പ്രാർത്ഥനയിലൂടെ നയിച്ചു. തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരണമേ, എന്നോട് കൂടെയുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരോടും കൂടി ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. പ്രിയ വിശ്വാസികളെ, എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ഓരോ സഭാപിതാവും തൻ്റെ ജീവിതത്തിൻ്റെ ഏടുകളിൽ എന്തൊക്കെയോ കുറിച്ചു വെച്ചിട്ടുണ്ട്. പല രീതിയിലാവും, പക്ഷെങ്കിൽ അതിനെയെല്ലാം കോർത്തിണക്കുന്ന വലിയൊരു നിര പരിശുദ്ധ സഭയ്ക്കുണ്ട്. ആത്മീയതയുടെ ഔന്നത്യത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന പരിശുദ്ധ പരിമല തിരുമേനി, പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി, പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ, പരിശുദ്ധ പാമ്പാടി തിരുമേനി, അങ്ങനെ അതോടൊപ്പം തന്നെ ഈ സഭയെ അതിൻ്റെ ഭരണ നൈപുണ്യത്തിൽ വളരെ ശക്തമായി നയിച്ച പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി മുതൽ പരിശുദ്ധ വട്ടക്കുന്നേ ബാവ, മാത്യൂസ് പ്രഥമൻ ബാവ തിരുമേനി, അങ്ങനെ വരുന്ന ഒരു വലിയ നിര, അവരെല്ലാവരും തന്നെ ഈ പ്രാർത്ഥനയുടെ മോശ ചൊല്ലിയ പ്രാർത്ഥനയുടെ മകുട ഉദാഹരണങ്ങളാണ്. സഭാ വിശ്വാസികളിൽ ഈ പ്രാർത്ഥന, അതിൻ്റെ അലയടികൾ ഇന്നും നിറഞ്ഞു നിൽക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പുണ്യവാന്മാരായ പിതാക്കന്മാരെ ഓർക്കുമ്പോൾ ആ നിരയിൽ മാവേലിക്കര ഭദ്രാസനത്തിന്റെ ഭാഗ്യസ്മരണാർഹനായ ബദനി സന്യാസ സമൂഹത്തിൽ നിന്ന് ഈ സഭയ്ക്ക് ലഭിച്ച 3 ഭദ്രാസനങ്ങളെ വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയത്തോടെ, അചഞ്ചലമായ ക്രിസ്ത്യ വിശ്വാസത്തിലെ അടിയുറച്ചു നിന്നു. ഇടുക്കി ഭദ്രാസനത്തെയും അങ്കമാലി ഭദ്രാസനത്തെയും
താൻ സ്നേഹിച്ചു വളർത്തിയ മാവേലിക്കര ഭദ്രാസനയിൽ നയിച്ച പുണ്യസ്മരണാഹനായ പൗലോസ് പക്കൂമിയോസ് പിതാവിന്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ അദ്ദേഹത്തിന്റെ ഒരു കൊച്ചു അനുജൻ സഹോദരൻ എന്നുള്ള നിലയിൽ ഈ വന്യപിതാക്കന്മാരോട് വൈദിക ശ്രേഷ്ഠരോടും ചേർന്ന് നമ്മ ശിരസ്കനായി നിൽക്കുന്നു. വന്യപിതാവേ, അങ്ങന്റെ ജീവിതം, അങ്ങയുടെ പ്രാർത്ഥന ഈ ഭദ്രാസനത്തിന് മാത്രമല്ല, സഭയ്ക്കും സമൂഹത്തിനും എന്നുമെന്നും കോട്ടയായിരിക്കണമേ. എല്ലാ വിശ്വാസവും, എല്ലാ സമർപ്പണവും, എല്ലാ ആരാധനയും മോശെ, വലിയവനായ മോശയുടെ ആ വലിയ പ്രാർത്ഥനയും പുറപ്പാട് പുസ്തകം 33 അധ്യായം 15 വാക്യം, നീ എന്നോട് കൂടെ പോരണമേ, പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ പുറപ്പെടുവിക്കരുതേ. ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മുടെ സഭ എന്നും ആത്മീയതയുടെ ഉദാത്തമായ ശ്രേഷ്ഠമായ നിരയിൽ പരിശുദ്ധ പരിമല തിരുമേനി വളർത്തിയ ആ ആത്മീക ജീവിതം, ആ പിതാവിൻ്റെ അരുമ മക്കളെന്നുള്ളതേ നമുക്കും മുമ്പോട്ട് നയിപ്പാൻ ദൈവം തമ്പുരാൻ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പൗലോസ് പക്കൂമിയോസ് അനുസ്മരണ പ്രസംഗത്തിന് എനിക്ക് ഇങ്ങനെ ഒരവസരം തന്ന പരിശുദ്ധ ബാബ തിരുമേനിയോട് ചോദിച്ചിട്ടാണ്. പരിശുദ്ധ ബാബ തിരുമേനിയോടും ഇപ്പോൾ സഹായ മെത്രാപ്പോലീത്ത അഭിമന്യ നിക്കോദിമോസ് തിരുമനസിനോടും ഭദ്രാസനത്തിലെ എല്ലാ വൈദികരോടും വിശ്വാസികളോടും എനിക്കുള്ള കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.